കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു എന്ന്. പ്രിയ ദൈവമക്കളെ, ദീർഘക്ഷമയുള്ളവനെക്കുറിച്ച് ഇതിൽ പറയുകയാണ്. നമുക്കിന്ന് വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസിൽ അല്ലെങ്കിൽ ജോലിസ്ഥലങ്ങളിൽ, സ്കൂളിൽ, എവിടെയും നാം കാണാൻ പറ്റാത്ത ഒന്ന് ക്ഷമയാണ്. എന്തെടുത്താലും ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യവും, പെട്ടെന്ന് താൻ ദേഷ്യപ്പെടുന്നത് കൊണ്ടാണ് എല്ലാം ചെയ്യാം എന്നുള്ള ഒരിതിലാണ്. പക്ഷേ വചനം പറയുന്നതെന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ എന്നാണ് പറയുന്നത്. മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു എന്ന് പറയുന്നു. നാം എന്തിനെടുത്താലും കാര്യമറിയാതെ എടുത്തു ചാടി വീട്ടിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. വെളിയിൽ ജോലിസ്ഥലങ്ങളിൽ കാര്യമറിയാതെ സകലം എന്തെങ്കിലും കേട്ടുവെച്ചിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, തൻ്റെ ഭോഷത്വം വെളിപ്പെടുത്തുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ ആരും ഈ ലോകത്താരും അവരെ ക്ഷമിക്കത്തില്ല. പക്ഷേ ദീർഘക്ഷമയുള്ളവൻ ബുദ്ധിമാനെന്ന് കാണും. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷമാശീലം ഉള്ളവരായിട്ട് തീരുവാൻ ദൈവം കൃപ തരട്ടെ. എന്തു തന്നെ കേട്ടാലും ക്ഷമയോടത് ദീർഘക്ഷമയോട് കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ പറയാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുവാൻ കർത്താവെ പെട്ടെന്ന് പിശാച് കൊണ്ടുവരുന്ന ഒരു വഴിയാണ് മുൻകോപം. നിൻ്റെ മക്കൾക്ക് ദൈവം ഇപ്പോൾ തൻ്റെ മുൻകോപം നിമിത്തം പലപ്പോഴും കർത്താവെ ഞാൻ ഈ മുൻകോപം ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിലൊന്ന് വിട്ടു മാറണമെന്ന് വിചാരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങനെ നിൻ്റെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ ദിവസം മുതൽ താങ്കൾ കേൾക്കുന്ന കാര്യങ്ങൾ ക്ഷമയോട് ചോദിച്ച് അതിന് മറുപടി പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ദീർഘക്ഷമ ഇവർക്ക് കൊടുത്ത് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ രാജ്യത്തിൽ വരുവാൻ കർത്താവെ, നിൻ്റെ മക്കൾക്ക് കർത്താവെ അതൊരു സഹായമായിരിക്കുമല്ലോ. കർത്താവെ, നിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ചുരുക്ക പ്രാർത്ഥന കേട്ട് മറുപടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകിത്തരണം നല്ല പിതാവേ. ആമേൻ.